ഈ അടുത്ത കാലത്തായി കേരളത്തിൽ എവിടെ നിന്നും നിങ്ങൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സൂര്യൻ പ്രകാശിക്കുക മാത്രമല്ല മറിച്ച് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ? വായുവിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നു. രാത്രികൾ കൂടുതൽ ചൂടുള്ളതാകുന്നു. കാറ്റ് പോലും ചൂടുള്ളതായി അനുഭവപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഈ ചൂട് ഇവിടെ തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിലാണ് ഇതിന്റെ കഥ ആരംഭിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ലോകമെമ്പാടും കാലാവസ്ഥയെ നിശബ്ദമായി നിയന്ത്രിക്കുന്ന കേരളത്തിൽ നമ്മൾ നേരിടുന്ന അസഹനീയമായ ചൂടിനെ ഇപ്പോൾ രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായ കാലാവസ്ഥാ പ്രതിഭാസമായ എൽ നിനോയുടെ കഥയാണിത്. ഈ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എൽ നിനോ? എൽ നിനോ ഒരു കൊടുങ്കാറ്റല്ല, ഒരു ചുഴലിക്കാറ്റല്ല. നമുക്ക് നേരിട്ടിത് ദൃശ്യമാവുകയുമില്ല. എന്നാൽ അതിവിടെയല്ല. ദക്ഷിണ അമേരിക്കയ്ക്ക് സമീപമുള്ള മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ശക്തമായ കാറ്റ് ചൂടുവെള്ളത്തെ ഏഷ്യയിലേക്ക്, അതായത് ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നല്ല മഴ ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ എൽ നിനോയുടെ സമയത്ത് വിചിത്രമായ ഒരു കാര്യം സംഭവിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാറ്റ് ദുർബലമാകുന്നു. ചൂടുവെള്ളം വ്യത്യസ്തമായി പലയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കാലാവസ്ഥയുടെ മുഴുവൻ വ്യവസ്ഥയും മാറുന്നു. ഈ ചെറിയ മാറ്റം ഒരു ആഗോള ഡൊമിനോ പ്രഭാവം സൃഷ്ടിക്കുന്നു. മഴയുടെ രീതികൾ മാറുന്നു. താപനില ഉയരുന്നു. മൺസൂൺ ദുർബലമാകുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അങ്ങ് പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യം കേരളത്തിലെ എൻ്റെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന്. കേരളത്തിന്റെ കാലാവസ്ഥ മൺസൂൺ സംവിധാനത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നതാണ്. എന്നാൽ എൽ നിനോ സംഭവിക്കുന്ന വർഷങ്ങളിൽ മൺസൂൺ ദുർബലമാവുകയോ വൈകുകയോ ചെയ്യുന്നു. ആകാശം മേഘാവൃതമാകുന്നത് കുറയുന്നു. കൂടാതെ കൂടുതൽ നേരിട്ടുള്ള സൂര്യപ്രകാശം കരയിൽ പതിക്കുന്നു. പകൽ സമയത്തെ ഉയർന്ന താപനില, രാത്രികളിലെ ചൂട്, അതിശക്തമായ ഈർപ്പം, ഇവയ്ക്കൊക്കെ ഇത് കാരണമാകുന്നു. സാധാരണയായി 33 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയുള്ള താപനില ഈ സമയത്ത് 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ഈ സമയത്താണ് നമ്മൾ ശ്വാസം മുട്ടനുഭവിക്കുന്നത്. എൽ നിനോ നമുക്ക് പുതിയൊരാളല്ല. നൂറ്റാണ്ടുകളായി ഇത് ചരിത്രത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ക്ഷാമങ്ങളിലൊന്ന്, അതായത് ജലക്ഷാമങ്ങളിലൊന്ന് ശക്തമായ എൽ നിനോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അന്ന് ഇന്ത്യയിൽ മൺസൂൺ പരാജയപ്പെട്ടു. വിളകൾ നശിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുകയും മരണമടയുകയും ചെയ്തു. 1997-98 എൽ നിനോ ആഗോള താപനില വർധനവിന് കാരണമായി. ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദുർബലമായ മൺസൂണാണ് അനുഭവപ്പെട്ടതെന്ന്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത വരൾച്ചയുമുണ്ടായി. ഇന്ത്യ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷങ്ങളിലൊന്ന് അനുഭവിച്ചു. അത് 2015-16 എൽ നിനോ ആണ്. ജലസംഭരണികൾ വറ്റി, ജലക്ഷാമം വർദ്ധിച്ചു. ഇപ്പോൾ സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് എൽ നിനോ പാറ്റേണുകൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നതായാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് വേനൽക്കാലം കൂടുതൽ ഇന്ന് രൂക്ഷമായി തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ചൂട് ഇത്ര വ്യത്യസ്തമാകുന്നത്? കേരളത്തിൽ എപ്പോഴും വേനൽക്കാലം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ മോശമായി തോന്നുന്നത്? ഇതിന് 3 കാരണങ്ങളുണ്ട്. 1. ഈർപ്പവും ചൂടും ചേരുമ്പോൾ. കേരളത്തിൻ്റെ തീരദേശ കാലാവസ്ഥ ഈർപ്പം പിടിച്ചു നിർത്തുന്നതാണ്. അതിനാൽ നിങ്ങളുടെ വിയർപ്പ് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം തണുക്കാൻ പാടുപെടുന്നത്. 2. നഗരവൽക്കരണം. കൂടുതൽ കെട്ടിടങ്ങൾ, കൂടുതൽ റോഡുകൾ, വളരെ കുറച്ച് മരങ്ങൾ. നഗരങ്ങൾ ചൂട് ആഗിരണം ചെയ്യുകയും സാവധാനം അത് പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രികളെ മുമ്പത്തേക്കാൾ കൂടുതൽ ചൂടാക്കാൻ ഇത് കാരണമാകുന്നു. 3. കാലാവസ്ഥാ വ്യതിയാനവും എൽ നിനോയും. എൽ നിനോ ഇതിനകം താപനില വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആഗോളതാപനവുമായി സംയോജിപ്പിക്കുമ്പോൾ പ്രഭാവം കൂടുതൽ ശക്തവും അപകടകരവുമായി തീരുന്നു. നിങ്ങളൊരു സാധാരണ ദിവസം സങ്കല്പിക്കുക. നിങ്ങൾ വിയർത്തൊലിച്ചുകൊണ്ട് രാവിലെ ഉണരുന്നു. ഫാൻ എത്ര കറങ്ങിയിട്ടും മതിയാകുന്നില്ല. പുറത്ത് കാലുകുത്തുന്നത് അടുപ്പിൽ കയറുന്നത് പോലെയായി. കുടിവെള്ളം പോലും മതിയാകുന്നില്ല. ജലസ്രോതസ്സുകൾ കുറയുകയും വിളകൾ വേഗത്തിൽ വരണ്ടു പോവുകയും ചെയ്യുന്നതുകൊണ്ട് കർഷകർ കഷ്ടപ്പെടുന്നു. പുറമേ നിന്നുള്ള ജോലികൾ വളരെ പ്രയാസകരമാകും തോറും തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. ഉറക്കവും ഏകാഗ്രതയും കുറയുന്നതുകൊണ്ട് വിദ്യാർത്ഥികളും കഷ്ടപ്പെടുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഇത് വെറുമൊരു കാലാവസ്ഥയല്ല.
കാലാവസ്ഥാ രീതികൾ ജീവിതത്തെ ബാധിക്കുന്നു എന്നതാണ് ഇത്. നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നു എൽനിനോ വരുന്നു പോകുന്നു. ശരിയാണ്, നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഇതുപോലെ തന്നെ തുടരുകയും ചെയ്യാം. വിദഗ്ധർ ഇങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ഇടയ്ക്കിടെ ഉണ്ടാകും. രാത്രികൾ കൂടുതൽ ചൂടുള്ളതായി തുടരും. അതിശക്തമായ കാലാവസ്ഥ വർദ്ധിക്കും. ഭയപ്പെടാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടത് ഇന്നനുഭവിക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടിയായിരിക്കും. നിങ്ങൾ അടുത്ത തവണ പുറത്തു പോകുമ്പോൾ അസഹനീയമായ ചൂട് അനുഭവപ്പെടുമ്പോൾ ഓർക്കുക, കേരളത്തിന് മുകളിലുള്ള സൂര്യൻ മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സമുദ്രമാണിത്. ചുഴലിക്കാറ്റാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണിത്. എൽനിനോ നമുക്ക് അദൃശ്യമായിരിക്കാം, എന്നാൽ അതിന്റെ ആഘാതം നമുക്കെല്ലാവർക്കും ഒരേപോലെയാണ് അനുഭവപ്പെടുക. നമ്മുടെ ചർമ്മത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും. എൽനിനോ പോലുള്ള ഭാവിയിൽ സംഭവിക്കാനിടയുള്ള പ്രതിഭാസങ്ങളെ നമ്മൾ ഭയക്കുകയല്ല, അവയെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യങ്ങളെ മാറ്റുകയും ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാലാവസ്ഥ ചുട്ടുപൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്